പപ്പടവും ചെറിയ ഉള്ളിയും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് തന്നെ ടിക്ടോക്കിൽ ഒരു അമ്മ ഒരു വീഡിയോ ഇട്ടത് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി എനിക്ക് കിട്ടിയത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണിത്. ആ അമ്മയുടെ അമ്മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു പറഞ്ഞത്. പഴയ കാലത്തെ ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്കും കൂടെ അത് ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ കൈമിൽ അധികം സാധനമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം പപ്പടം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 പപ്പടമാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം വാട്ടിയെടുത്തു. ഇനി നമുക്ക് വേറൊരു പാൻ വെക്കുക. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇതൊരു 10-15ഓളം ചെറിയ ഉള്ളി ഉണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. കുഞ്ഞുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, വറ്റൽമുളക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. രണ്ടും 6 വീതം എടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കാം. ഉണക്കമുളകും പച്ചമുളകും കൂടെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ചേർത്തത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി അതുകൂടി ഇട്ട് കുരുവൊക്കെ കളയണം കേട്ടോ. കുരുവൊന്നും ഇല്ലാത്ത പുളിയാണിത്. അതുകൂടി ഇടുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. അധികം അടിച്ചെടുക്കരുത്. ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പപ്പടം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അധികം പൊടിക്കാതെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കും. കുറച്ചുകൂടെ പപ്പടം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പപ്പടം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ചുകൂടെ പപ്പടം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയാ, ഒരു തരം ടേസ്റ്റ് ആണിത്. പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ ചോറുണ്ണാൻ ഈ ഒരു സാധനം മതി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആ അമ്മയ്ക്ക് വളരെയധികം താങ്ക്സ് ഇങ്ങനെ ഒരു റെസിപ്പി തന്നതിന്.